ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയായി. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതിന് കരാർ സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് കരാർ സഹായകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അരാവല്ലി മേഖലയുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പങ്ക് നിർണായകമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വിശാഖപട്ടണത്ത്. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയും ന്യൂസിലൻഡും വിജയകരമായി പൂർത്തിയാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഇന്ന് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമായിരുന്നു പ്രഖ്യാപനം. കരാർ പ്രാബല്യത്തിൽ വരുന്നത് വ്യാപാരം, ടൂറിസം, ഗവേഷണം, വികസനം, വിദ്യാഭ്യാസം, കാർഷിക സേവന മേഖലകൾക്ക് ഗുണകരമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് കരാർ സഹായകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. This FTA provides opportunities for all sections of our export community, opens up new doors for new exporters with new products wishing to diversify their export basket, and at the same time helps every region of the country, north, south, east, west, northeast, in different areas. 5 തവണ നടത്തിയ ഔപചാരിക ചർച്ചകൾക്കൊടുവിലാണ് കരാർ പൂർത്തിയായത്. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷം ഇരട്ടിയാക്കുന്നതിന് സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിന് കരാർ വഴിയൊരുക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവിധ മേഖലകളിൽ ന്യൂസിലൻഡിൽ നിന്നുള്ള $20 ബില്യൺ നിക്ഷേപം സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കായികം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ മേഖലകളിലെ പരസ്പര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച റെക്കോർഡ് സമയത്തിനുള്ളിലാണ് പൂർത്തിയായതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ ശ്രീലങ്ക സന്ദർശിക്കും. സന്ദർശന വേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ദിത്വ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത സൌകര്യം, ചരക്ക് നീക്കം എന്നിവ സംബന്ധിച്ച ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ത്രിപുര മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മാറ്റുന്നത് സംബന്ധിച്ച മാർഗരേഖ ചർച്ച ചെയ്തു. ഡിജിറ്റൽ കണക്ടിവിറ്റി സാധ്യതകൾ സംബന്ധിച്ചും ചർച്ച നടത്തി. 2 സുപ്രധാന ബില്ലുകൾക്ക് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റ് പാസാക്കിയ ശാന്തി ബിൽ, വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ തുടങ്ങിയവയിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. ആണവോർജ്ജ ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷണം, വെള്ളം, കൃഷി, വ്യവസായം തുടങ്ങിയവയിൽ ആണവശാസ്ത്രത്തിന്റെ പ്രയോഗം, സാങ്കേതികവിദ്യ നവീകരണം എന്നിവ വ്യവസ്ഥ ചെയ്യുന്നതാണ് ശാന്തി ബിൽ 2025. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നതാണ് വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ. 2047ഓടെ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പങ്ക് നിർണായകമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. 2023-24 വർഷങ്ങളിലെ ഇന്ത്യൻ ഡിഫൻസ് അക്കൌണ്ട് സർവീസ് ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, സുതാര്യത, ജാഗ്രത, ഉത്തരവാദിത്തം എന്നിവ നിലനിർത്തേണ്ടതുണ്ടെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി മുംബൈ എയർ ഇന്ത്യ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയ സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ ഡിജിസിഎയ്ക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്.
പരിപാടിയുടെ 129ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈഗവ്, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ തലസ്ഥാന മേഖല NCRൽ ഖനനം അനുവദനീയമല്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. അരാവലിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. അരാവലി മേഖലയുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. सबसे पहले मैं क्लियर कर दूं, NCR रीजन में माइनिंग अलाउ ही नहीं है. NCR का अर्थ हो गया दिल्ली, गुड़गांव, फरीदाबाद, नूह और जहां तक अलवर का NCR है. तो जब NCR रीजन में माइनिंग ही अलाउ नहीं है तो उनका तथ्य ही झूठा है. दूसरा, ये डेफिनेशन आने के बाद भी इस निर्णय में ही ये कहा गया है कि अभी कोई नई माइनिंग लीज ही नहीं दी जाएगी. അരാവല്ലി മലനിരകളുടെ പരിസ്ഥിതിക്ക് അടിയന്തര ഭീഷണി നേരിടുന്നതായുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും കേന്ദ്രമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും അതിശൈത്യം അനുഭവപ്പെട്ടേക്കും. അതേസമയം ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. ദേശീയ തലസ്ഥാനത്ത് വായു ഗുണനിലവാര സൂചിക ഉച്ചയോടെ 369 രേഖപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വിശാഖപട്ടണത്ത് നടക്കും. വൈകുന്നേരം 7-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. അവസാന 3 മത്സരം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. സഹായത്തിനായി 1950 എന്ന നമ്പരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ എല്ലാ സമ്മതിദായകരും അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 45-കാരന്റെ ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നേപ്പാൾ സ്വദേശിനിക്കാണ് ഹൃദയവാൽവ് ദാനം ചെയ്യുന്നത്. ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് നാളെ പുറപ്പെടും. ഈ മാസം 26 വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 638 പോയിന്റ് നേട്ടത്തിൽ 85,567-ലും നിഫ്റ്റി 206 പോയിന്റ് ഉയർന്ന് 26,172-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. സ്വർണ്ണം പവന് 1,440 രൂപ വർദ്ധിച്ച് 99,840 രൂപയും ഗ്രാമിന് 12,480 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ ഓൺലൈനിൽ പ്രചരിക്കുന്ന ഭാഗ്യക്കുറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ പോസ്റ്റിന്റെ പേരിലുള്ള ഇത്തരം സമ്മാന വാഗ്ദാനങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വകാര്യ വിവരങ്ങൾ പങ്കിടാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റുകൾക്ക് ഇന്ത്യ പോസ്റ്റുമായി ബന്ധമില്ലെന്നും PIB വ്യക്തമാക്കി. നാഷണൽ ഹെറാൾഡ് കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയിൽ നടപടിയെടുക്കാൻ വിസമ്മതിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ED ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മറുപടി ഡൽഹി ഹൈക്കോടതി തേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയായി. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതിന് കരാർ സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് കരാർ സഹായകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അരാവല്ലി മേഖലയുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പങ്ക് നിർണായകമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വിശാഖപട്ടണത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.